ഇന്ത്യയുടെ ബ്രഹ്മോസ് പേടിയിൽ ഇപ്പോൾ ചൈനയും പുതിയ ആയുധങ്ങൾ നിർമ്മിക്കാനായി തുടങ്ങിയിരിക്കുകയാണെന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നു. ഇന്ത്യയുടെ ബ്രഹ്മോസ് പാകിസ്ഥാനിൽ കൃത്യമായിട്ടുള്ള പ്രസിഷനോടുകൂടി പാകിസ്ഥാന്റെ ഭീകരവാദികളുടെ തല തകർത്തതിനു പിന്നാലെ അവരുടെ എയർ ബേസുകളിൽ സംഹാര താണ്ഡവമാടിയതിനു പിന്നാലെ ചൈന വളരെയധികം ആശങ്കാകുലരാണ്. ഇപ്പോഴിതാ ബ്രഹ്മോസിനെ തടുക്കാനായി അമേരിക്ക ഗോൾഡൻ ഡോം എന്ന് പറയുന്ന പ്രധാനപ്പെട്ട അവരുടെ ഒരു എയർ ഡിഫൻസ് സിസ്റ്റം ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ലോഞ്ച് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അവർ അതിന്റെ നിർമ്മാണത്തിലേക്ക് കടക്കുകയാണ്. ഇതിനു പിന്നാലെ ഇപ്പോൾ ചൈനയും അതിന്റെ നിർമ്മാണത്തിലേക്ക് കടക്കുകയാണ് എന്നുള്ളതാണ് വേറൊരു കാര്യം. ചൈന ഉണ്ടാക്കാൻ പോകുന്നത് ഡ്രോൺ ആണ് എന്നുള്ളതാണ്. ചൈനയുടെ അതുല്യമായിട്ടുള്ള GU-Tian ഡ്രോൺ എന്നാണ് ഇതിനെ പേരിട്ടിരിക്കുന്നത്, ഇതിന്റെ പ്രധാനപ്പെട്ട പേരിട്ടിരിക്കുന്നത്. ആകാശത്തും ഇപ്പോൾ വലിയ രീതിയിലുള്ള വെല്ലുവിളികളെ നിഷ്പ്രഭമാക്കാൻ കഴിയുന്ന ഒരു ഡ്രോൺ ആണ് ഇത് എന്നാണ് നമുക്ക് അറിയാനായി സാധിക്കുന്നത്. ഹൈടെക് ഡ്രോൺ മത്സരത്തിൽ ഇപ്പോൾ പല ആൾക്കാരോടും കിടപിടിക്കുന്ന ഒരു ഡ്രോൺ ആണ് ഇതെന്നാണ് ചൈന പ്രധാനമായും പറയുന്നത്. 15ാമത് സുഹായ് എയർ ഷോയിലാണ് ഈ ഡ്രോൺ അനാച്ഛാദനം ചെയ്തത്. ഈ ഡ്രോണിനെ അമേരിക്ക പോലും സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ചൈനയുടെ കാര്യമായതുകൊണ്ട് തന്നെ ചൈനയുടെ ഡ്രോണുകൾ എത്രത്തോളം വിശ്വസനീയമാണ് നമുക്ക് കരുതാൻ സാധിക്കില്ല. കാരണം ചൈനയുടെ JK-47 എന്ന് പറയുന്ന വിമാനം അമേരിക്കയുടെ F-16 വിമാനത്തിനെക്കാട്ടിലും നല്ലതാണ് എന്ന് പറഞ്ഞാണ് പാകിസ്ഥാന് ചൈന കൊടുക്കുന്നത്. എന്നാൽ ആ വിമാനമാണ് ഇന്ത്യ കണ്ടം തുണ്ടം അടിച്ചിട്ടത് എന്നുള്ളതാണ് വേറൊരു കാര്യം. ചൈനയുടെ എയർ ഡിഫൻസ് സിസ്റ്റവും ഇതുപോലെ തന്നെയായിരുന്നു പാകിസ്ഥാൻ ഉപയോഗിച്ച് വന്നത്. ഇപ്പോഴിതാ ചൈന പുതിയ ഡ്രോൺ ഉണ്ടാക്കി എന്ന് പറയുമ്പോൾ അതിൻ്റെ വിശ്വാസ്യത എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ലോകരാജ്യങ്ങൾക്കെല്ലാം തന്നെ സംശയമുള്ളൊരു കാര്യമാണ്. എന്തായാലും ഷാൻസ്കി ആൻമാൻഡ് എക്യുപ്മെന്റ് ടെക്നോളജി, ഷെയ്സ് കമ്മ്യൂണിക്കേഷൻസ് എന്നിവയുമായി സഹകരിച്ചാണ് AVIC ഡ്രോൺ വികസിപ്പിച്ചെടുത്തത്. ഡ്രോണുകളിൽ ജിയൂഷ്യൻ ഒരു പുതിയ വിഭാഗം സൃഷ്ടിച്ചു. ഈ വിഭാഗം സൂപ്പർ ഹൈ ആൾട്ടിറ്റ്യൂഡ് മദർഷിപ്പിന്റെ വിഭാഗത്തിലാണ്. ഈ ഡ്രോണിന് പരമാവധി 16 ടൺ ഭാരത്തിൽ പറക്കാൻ കഴിയും. 25 മീറ്റർ ചിറകുകളുണ്ട്. പോരാത്തതിന് 15,000 മീറ്റർ വരെ പറക്കാൻ കഴിയും. ഒരു പരമ്പരാഗത വ്യോമ പ്രതിരോധ സംവിധാനത്തിനും ഇവിടെ എത്താൻ കഴിയില്ല എന്നാണ് ഇവരുടെ അവകാശവാദം. 2025 ജൂണിൽ ഇതിന്റെ ആദ്യ പരീക്ഷണ പറക്കൽ നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇന്ത്യയുടെ ബ്രഹ്മോസ് ലോഞ്ച് ആയതോടുകൂടി വലിയ രീതിയിലുള്ള അങ്കലാപ്പിലാണ് ഈ രാജ്യങ്ങളെല്ലാം തന്നെ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.